ഹലോ ഫ്രണ്ട്സ്, LGS കമ്പനി ബോർഡിന്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ ലിങ്കിൽ നിന്ന് വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. ഇന്ന് 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1950 നവംബർ 26, ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1949 നവംബർ 26. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1950 ജനുവരി 26 ആണ്. ആൻസർ 1950 ജനുവരി 26 ആണ്. ഇന്ത്യ ഒരു പരമോന്നത ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ജനുവരി 26-ന്. ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആ രാജ്യം ആഘോഷിക്കുന്നു. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നുമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷവും 1950 ജനുവരി 26 ആണ്. 1930 ജനുവരി 26-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന്റെ സ്മരണ നിലനിർത്താനായി ഈ തീയതി ഭരണഘടന നിലവിൽ വരാനായി തിരഞ്ഞെടുത്തതും. അതായത് ഈ ജനുവരി 26 എന്ന് പറയുന്ന തീയതി തിരഞ്ഞെടുക്കപ്പെട്ട കാരണം, ഭരണഘടന നിലവിൽ വരാൻ തിരഞ്ഞെടുക്കപ്പെട്ട കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന്റെ സ്മരണാർത്ഥമാണ്. അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷമാണ്. കൂടാതെ ഇന്ത്യ ഒരു പരമോന്നത ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ജനുവരി 26-നാണ്. പിന്നെ 1930 ജനുവരി 26-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന്റെ സ്മരണ നിലനിർത്താനാണ് ഈ തീയതി ഭരണഘടന നിലവിൽ വരാനായി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഇനി നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനായി നൽകിയിരിക്കുന്ന 1950 നവംബർ 26-നെ കുറിച്ച് ചർച്ച ചെയ്യാം. 1950 നവംബർ 26, പ്രത്യേകിച്ച് ഈ ഒരു ഡേറ്റിന് പ്രാധാന്യമൊന്നും കാണുന്നില്ല. എങ്കിലും നവംബർ 26 എന്ന തീയതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. അംഗീകരിച്ചത്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതാണ് 1949 നവംബർ 26-ന്. അപ്പൊ ഈ നവംബർ 26 എന്ന് പറയുന്ന ഡേറ്റുമായി കണക്ട് ചെയ്ത് വരുന്നതാണ് ഇത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതാണ് 1949 നവംബർ 26. ഈ ദിനം എല്ലാ വർഷവും ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നുമുണ്ട്. അതായത് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1950 നവംബർ 26-ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നവംബർ 26-ന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓപ്ഷൻ ബി ആയിട്ട് നൽകിയിരിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 ആണ്. ഈ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച ഡേറ്റ് ആണ്. ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14-നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം. അത് ഓഗസ്റ്റ് 14-ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തുകയും അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തിയതും ഈ രാത്രിയിലാണ്. അതായത് അർദ്ധരാത്രിയിൽ
1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു. ആ അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തുകയും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗവും ഈ രാത്രിയിലാണ് നടത്തിയത്. 1949 നവംബർ 26. ഈ ഡേറ്റിന് ഈ ഒരു വർഷത്തിനും ഡേറ്റിനും പ്രാധാന്യമുണ്ട്. ഭരണഘടന നിർമ്മാണ സഭ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതാണ്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. പക്ഷെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ദിനമാണ് ഭരണഘടനാ ദിനമായി രാജ്യം ആചരിക്കുന്നത്. 2015 മുതലാണ് ഈ ദിനം ഭരണഘടനാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2015 മുതലാണ് ഈ ദിനം ഭരണഘടനാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭരണഘടനാ കരട് നിർമ്മാണ സഭയുടെ അധ്യക്ഷനായ ഡോക്ടർ BR അംബേദ്കറിനോടുള്ള ആദര സൂചകമായാണത്. 2015 മുതൽ ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു, അതായത് പ്രഖ്യാപിക്കുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് 2015 മുതൽ. അതിന് കാരണമെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറിനോടുള്ള ആദര സൂചകമായാണ്. 1949 നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. അംഗീകരിച്ച ദിവസം, അതായത് ഭരണഘടനാ ദിനം. 1950 ജനുവരി 26 എന്ന് പറയുന്നത് ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസമാണ്, അതായത് റിപ്പബ്ലിക് ദിനം. ആ രണ്ടെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 2 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച ദിവസം, അതായത് ഭരണഘടനാ ദിനം നവംബർ 26. 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസമാണ്, അതായത് ജനുവരി 26. 12ാമത്തെ ക്വസ്റ്റ്യൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതികളാണ്. ഓപ്ഷനുകൾ: എ 44ാമത്തെ ഭേദഗതി 1978, ബി 86ാമത് ഭേദഗതി 2002, സി 42ാമത് ഭേദഗതി 1976, ഡി 61ാമത് ഭേദഗതി 1989. ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. അതായത് 2002 86ാം ഭേദഗതിയാണ് ഇത് വരുന്നത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2002 86ാമത് ഭേദഗതിയിലൂടെ. 2002 86ാമത് ഭേദഗതിയിലൂടെ. അപ്പൊ നമ്മൾ മറ്റുള്ള ഭേദഗതികളും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം. ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരുന്നത് 1978 44ാമത് ഭരണഘടനാ ഭേദഗതി. 1978 44ാമത് ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണിത്. ആർട്ടിക്കിൾ 19(1)(f) പ്രകാരമുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തു. ഇത് PSCക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 1978 44ാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 19(1)(f) പ്രകാരമുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. പിന്നെ ആർട്ടിക്കിൾ 31 നീക്കം ചെയ്തു. പകരം ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നു.
അതായത് 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമായി നിലനിർത്തി. സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമായി നിലനിർത്തി. അതായത് 1978 44-ാം ഭരണഘടന ഭേദഗതി അനുസരിച്ച് ആ ഭേദഗതി കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 19(1)(f) പ്രകാരമുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമായി നിലനിർത്തി. ആർട്ടിക്കിൾ 31 നീക്കം ചെയ്തു. പിന്നെ ഓപ്ഷൻ സി ആയിട്ട് നൽകിയിരുന്നത് 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. 1976 42ാമത് ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പുതിയ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പുതിയ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇതും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭേദഗതിയാണ്. 1976 42ാമത് ഭേദഗതി. ഇന്ത്യയുടെ ആമുഖത്തിൽ പുതിയ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 1 സോഷ്യലിസ്റ്റ്, 2 സെക്കുലർ, 3 അഖണ്ഡത. ഇത് 3 എണ്ണവും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആമുഖത്തിൽ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ്, സെക്കുലർ, അഖണ്ഡത. പൗരന്മാർക്കായി മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതായത് ഈ 42ാം ഭേദഗതിയിൽ വന്ന മാറ്റങ്ങളാണ്. പൗരന്മാർക്കായി മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇതിനായി ഭാഗം 4A എന്ന പുതിയ ഭാഗവും ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തു. ഇതിനായി ഭാഗം 4A എന്ന പുതിയ ഭാഗവും ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തു. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി വർദ്ധിപ്പിച്ചു. അതായത് 1976 42ാം ഭരണഘടന ഭേദഗതിയിൽ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി വർദ്ധിപ്പിച്ചു. പക്ഷെ 44ാം ഭേദഗതിയിലൂടെ ഇതിന് തിരുത്തു വന്നിട്ടുണ്ടായിരുന്നു. വർഷം വർദ്ധിപ്പിച്ചത് 42ാം ഭേദഗതിയിലാണ്. ഈ ഒരു ഭേദഗതിക്ക് 44ാം ഭേദഗതിയിലൂടെ തിരുത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന മാറ്റമാണ് സംസ്ഥാന വിഷയങ്ങളിൽ നിന്ന്, അതായത് സംസ്ഥാന വിഷയങ്ങളിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സംസ്ഥാന വിഷയങ്ങളിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതിലൊന്നാണ് വിദ്യാഭ്യാസം, 2 വനങ്ങൾ, 3 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 4 ഭാരങ്ങളും അളവുകളും, 5 നീതിന്യായ ഭരണം. ഇത്രയധികം മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇത് മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു. മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷനായി നൽകിയിരിക്കുന്നത് 1989 61ാമത് ഭരണഘടനാ ഭേദഗതി. 1989 61ാമത് ഭരണഘടനാ ഭേദഗതി. ഇതിൽ വന്ന പ്രധാന മാറ്റം വോട്ടിംഗ് പ്രായം കുറച്ചു. 61ാം ഭേദഗതിയിൽ എന്താണ്? വോട്ടിംഗ് പ്രായം കുറച്ചു. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ചു. ഏതാണ്? 61ാം ഭേദഗതി. ആർട്ടിക്കിൾ 326 ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 326 ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ രാജീവ് ഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ രാജീവ് ഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ഭാഗം 3, ഓപ്ഷൻ ബി ഭാഗം 4, ഓപ്ഷൻ സി ഭാഗം 4A, ഓപ്ഷൻ ഡി ഭാഗം 5. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് 4A, ഭാഗം 4Aയിലാണ് എന്ത്? മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്.
അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 4A ഇതിൽ ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്നത് ഭാഗം 3 അപ്പൊ ഭാഗം 3 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതായത് ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 6 മൗലിക അവകാശങ്ങളാണുള്ളത്. 1 സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുമാണ്. 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ്. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. 5 സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. 6 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം 6ാമത്തതും. ഇനി ഓപ്ഷൻ ബി ഇരിക്കുന്നത് ഭാഗം 4 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെ. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് PSCയിൽ ചോദ്യങ്ങൾ വരാറുള്ളതാണിത്. ആർട്ടിക്കിൾ 39. സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യവേതനം, സമ്പത്തിന്റെ തുല്യ വിതരണം. അതായത് ആർട്ടിക്കിൾ 39 പ്രകാരം എന്താണ് പറയുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം, സമ്പത്തിന്റെ തുല്യ വിതരണം. ആർട്ടിക്കിൾ 40 ഗ്രാമങ്ങളിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കുക. ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കുക. ആർട്ടിക്കിൾ 44 എല്ലാ പൗരന്മാർക്കും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുക. ആർട്ടിക്കിൾ 44 എല്ലാ പൗരന്മാർക്കും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുക. ആർട്ടിക്കിൾ 45 കുട്ടികൾക്ക് ശൈശവ പരിചരണവും 6 വയസ്സുവരെയുള്ള വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക. ആർട്ടിക്കിൾ 45 കുട്ടികൾക്ക് ശൈശവ പരിചരണവും 6 വയസ്സുവരെയുള്ള വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണവും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുകയും ചെയ്യുക. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണവും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുകയും ചെയ്യുക. ആർട്ടിക്കിൾ 50 നീതിന്യായ വ്യവസ്ഥയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുക. ആർട്ടിക്കിൾ 50 നീതിന്യായ വ്യവസ്ഥയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുക. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായിട്ട് ഓപ്ഷൻ ഡി ആയിട്ട് നൽകിയിരിക്കുന്ന ഭാഗം 5
ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 യൂണിയൻ അഥവാ കേന്ദ്ര ഭരണകൂടത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗമാണിത്. ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 151 വരെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 151 വരെയാണ് ഈ ഭാഗം ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 യൂണിയൻ അഥവാ കേന്ദ്ര ഭരണകൂടത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 151 വരെയാണ് ഈ ഭാഗം ഉൾപ്പെടുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? നമ്മൾ ആദ്യം മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. എ സ്വത്തവകാശം, ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, സി സമത്വത്തിനുള്ള അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിന്റെ ആൻസർ വരുന്നത് എ ആണ്. കാരണം എന്താ? സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ല. ആദ്യം നമ്മൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടതാണ് സമത്വത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അതായത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 31 ആർട്ടിക്കിൾ 19(1) F ഉൾപ്പെട്ടിരുന്നു. 1978 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ സ്വത്തവകാശം ഒരു മൗലിക അവകാശമല്ല, പകരം ഒരു നിയമപരമായ അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ 12ാമത്തെ ഭാഗത്ത് ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വത്തവകാശം ഇപ്പം ആർട്ടിക്കിൾ 300A. സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശമായി നിലനിർത്തിയിരിക്കുന്നതിനാൽ ഇത് ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയെ മാത്രമേ നമുക്ക് സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയുകയില്ല. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രിട്ടൻ ആണ്. എഴുതപ്പെടാത്തതെന്ന് വെച്ചാൽ പറയുന്നത് ഇതിനർത്ഥം ഒരു ഭരണഘടന പൂർണ്ണമായും ഒറ്റ പുസ്തകമായോ രേഖയായോ ക്രോഡീകരിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. ബ്രിട്ടന് ഒരു എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഉള്ളത്. എന്നുവെച്ചാൽ എഴുതപ്പെടാത്തത് എന്നുള്ള അർത്ഥം വരുന്നത് പൂർണ്ണമായും ഒരു പുസ്തകമോ രേഖയായിട്ടോ ഇവർ ക്രോഡീകരിച്ചിട്ടില്ല. ബ്രിട്ടീഷ് ഭരണഘടനയുടെ നിയമങ്ങളും തത്വങ്ങളും എല്ലാം പല ഉറവിടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പാർലമെന്റ് നിയമങ്ങൾ, കോടതി വിധികളും കീഴ്വഴക്കങ്ങളും, ചരിത്രപരമായ രേഖകൾ, പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഇതിൽ നിന്നെല്ലാം വന്നതാണ് ഇതിന്റെ ഭരണഘടന. പിന്നെ ഓപ്ഷനുകൾ തന്നിരിക്കുന്നത് ബ്രസീലാണ്. ബ്രസീൽ എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. ബ്രസീലിന്റെ നിലവിലെ ഭരണഘടന 1988 ഫെഡറൽ ഭരണഘടനയാണ്. അത് അറിയപ്പെടുന്നത് ഫെഡറൽ ഭരണഘടന എന്നാണ്. ഇത് ബ്രസീൽ ചരിത്രത്തിലെ 8ാമത്തെ ഭരണഘടനയാണ്. ഇത് ബ്രസീൽ ചരിത്രത്തിലെ 8ാമത്തെ ഭരണഘടനയാണ്. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്.
ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടനയാണ്. പിന്നെ ഓപ്ഷൻ ഡി ആയിട്ട് തന്നിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ നിലവിൽ ഒരു ഫെഡറൽ ഭരണഘടനയിൽ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക ഭരണഘടന ഓസ്ട്രേലിയൻ കോമൺവെൽത്ത് ഭരണഘടന എന്നറിയപ്പെടുന്നു. ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക ഭരണഘടന ഓസ്ട്രേലിയൻ കോമൺവെൽത്ത് ഭരണഘടന എന്നറിയപ്പെടുന്നു. ഇതിൽ നമ്മൾ 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ നമ്മൾ ചാനലിൽ വരുന്നതാണ്.